മണിമുത്തിന്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മണിക്കുട്ടി കൃഷ്ണക്ക് പാലെടുത്ത് കൊടുക്കുന്നുണ്ട്. മണിക്കുട്ടി കുടിച്ചോ, ഇതിന്ന് കുറച്ച് മോള് കുടിച്ചോ എന്ന് പറയുമ്പോൾ വേണ്ടച്ച അച്ഛൻ കുടിച്ചോ എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി. അങ്ങനെ കൃഷ്ണൻ പാല് കുടിക്കുകയാണ് കേട്ടോ. തുടർന്ന് മണിക്കുട്ടി കൃഷ്ണക്ക് കിടക്കാൻ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നുണ്ട്. മണിക്കുട്ടി ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, എല്ലാ കാര്യവും മണിക്കുട്ടി തന്നെ ചെയ്യണ്ടേ, അതുകൊണ്ടാണ് ജോലിക്ക് ഒരാളെ വെക്കണം എന്ന് പറയുമ്പോൾ ഈ വിഷയം നേരത്തെ നമ്മൾ അവസാനിപ്പിച്ചതാണല്ലോ. ജോലിക്കിപ്പോൾ ആരെയും വേണ്ട, ആവശ്യം വരുമ്പോൾ ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി. തുടർന്ന് ബെഡൊക്കെ ശരിയാക്കി അച്ഛൻ വാ എന്നും പറഞ്ഞ് എഴുന്നേൽപ്പിച്ച് കൈ പിടിച്ച് നടത്താൻ ശ്രമിക്കുന്നതും നിൽക്ക് ഞാൻ തനിയെ വരാം, മുമ്പ് അങ്ങോട്ട് വന്നപ്പോൾ കാലവിടെ തട്ടി എന്ന് കൃഷ്ണ പറയുകയും എന്നിട്ട് നൊന്തോ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ ഏയ് ഇല്ല എന്ന് പറഞ്ഞു. തനിയെ നടക്കുകയാണ്. അതിനുശേഷം മണിക്കുട്ടി പറയുന്നുണ്ട്, ഞാൻ അച്ഛന് ട്രെയിനിങ് തരാം, നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ ബെഡ്റൂം, ഓരോ സ്റ്റെപ്സും എണ്ണി നോക്കി വേണം നടക്കാൻ എന്ന് മണിക്കുട്ടി പറയുമ്പോൾ ഞാൻ ട്രൈ ചെയ്യാം എന്നും പറഞ്ഞ് മണിക്കുട്ടി പറഞ്ഞ പോലെ നടക്കുകയാണ് കൃഷ്ണ. സ്ട്രെയിറ്റ് പോയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് 1 2 3 4 അച്ഛ ഇനി ലെഫ്റ്റ്. അപ്പോഴേക്കും കൃഷ്ണ ബാത്റൂമിൻ്റെ അടുത്ത് എത്തുന്നുണ്ട് കേട്ടോ. ഇത് ബാത്റൂമിൻ്റെ ഡോർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ. അപ്പോൾ കട്ടിലിൻ്റെ അടുത്ത് നിന്ന് 5 അടി നടന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ ബെഡ്റൂം, ഇനി അച്ഛനൊന്ന് തിരിഞ്ഞു നടക്ക്. സ്റ്റെപ്സ് എണ്ണി തിരിച്ച് ബെഡിന്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട് കൃഷ്ണ. അപ്പോൾ ഇതേ സമയം മുത്ത് വഴി പോകുമ്പോൾ അവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തന്നെ നിൽക്കുകയാണ് മുത്ത്. ഇനി ഓരോന്നായി പഠിക്കാൻ നമുക്ക്. ഇനി വലത്തോട്ട് തിരിഞ്ഞാൽ സ്ട്രെയിറ്റ് പോയ പ്രത്യേക്കുള്ള വാതിൽ എന്ന് മണിക്കുട്ടി പറയുമ്പോൾ നോക്കട്ടെ എന്നും പറഞ്ഞ് കൃഷ്ണ ഓരോ ചുവടും എണ്ണി മണിക്കുട്ടി പറഞ്ഞ പോലെ നടക്കുകയാണ്. ഇവരുടെ സംസാരം കേട്ട് മുത്തിന് ദേഷ്യം വരികയാണ്. മുത്ത് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതേ സമയം കാവ്യ അങ്ങോട്ട് വരികയാണ്. മുത്ത് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് കാവ്യക്ക് ദേഷ്യം വന്നു. മുത്തിനെ അവിടെ നിന്നും ദേഷ്യത്തോടെ വലിച്ചു കൊണ്ടുപോവാണ്. നീ എന്തിനാ അവിടെ നോക്കി നിൽക്കുന്നത്? വല്ലവരുടെയും കഥകിന്റെ മുമ്പിൽ അവരുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. കൃഷ്ണൻ നിന്റെ ആരുമല്ല, മണിക്കുട്ടിയുടെ അച്ഛനാണ്, മണിക്കുട്ടിയുടെ മാത്രം അച്ഛൻ. കൃഷ്ണയുടെ നിനക്ക് സഹതാപമോ സ്നേഹമോ ഒക്കെ തോന്നി തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലമ്മേ എന്നും പറയുന്നുണ്ട് മുത്ത്. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മുത്തിന് അമ്മയില്ല എന്ന് വിചാരിച്ചാൽ മതി. വല്ലവരുടെയും അച്ഛനെ എൻ്റെ മോള് മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതില്ല എന്ന് പറയുന്നുണ്ട് കാവ്യ മുത്തിനോട്. മുത്ത് അവിടെ നിന്ന് പോയതിനു ശേഷം വിഷമത്തോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് കൃഷ്ണ മണിക്കുട്ടിയോടായിട്ട് പറയുകയാണ്, ഇപ്പോൾ മണിക്കുട്ടി എൻ്റെ മകൾ മാത്രമല്ല ഗുരുവും കൂടിയാ. ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ ഊട്ടുന്നു, ഉറക്കുന്നു, പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ ഉമ്മ വെക്കുന്നുണ്ട് കൃഷ്ണ. മണിക്കുട്ടിക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എങ്കിൽ എൻ്റെ കുട്ടി ഉറങ്ങിയാട്ടെ, ഉറങ്ങാൻ സമയമായി എന്ന് പറയുമ്പോൾ അനുസരിക്കാമേ എന്ന് പറഞ്ഞു കിടന്നു. സന്തോഷത്തോടെ കൃഷ്ണയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് മണിക്കുട്ടി. അതിനുശേഷം കാണിക്കുന്നത് മണിക്കുട്ടി പൂജാമുറിയിൽ കയറി പ്രാർത്ഥിക്കുകയാണ്. നല്ല പാട്ടോടു കൂടിയാണ് മണിക്കുട്ടി തുടങ്ങുന്നത്. നല്ല സുന്ദരമായ ഗാനം മണിക്കുട്ടി പാടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് മണിക്കുട്ടി. മണിക്കുട്ടിയുടെ ഈ സുന്ദരമായ ഗാനം കേട്ട് കൃഷ്ണനും കാവ്യയും മുത്തുമൊക്കെ ചെവിയോർക്കുന്നുണ്ട് കേട്ടോ. മണിക്കുട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം കൃഷ്ണക്കുള്ള ചായ ഉണ്ടാക്കുകയാണ്. ചായ കപ്പിലൊഴിച്ച് കൃഷ്ണക്ക് കൊടുക്കാൻ പോകുമ്പോഴായിരിക്കും മുത്ത് സ്കൂളിൽ പോകാൻ റെഡിയായി ഹാളിൽ ഇരിക്കുകയാണ്. മണിക്കുട്ടി ചായയുമായിട്ട് പോകുമ്പോൾ മണിക്കുട്ടി എങ്ങോട്ടാ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ അച്ഛന് ചായ കൊടുക്കണമെന്ന് പറയുമ്പോൾ നിക്കവിടെ, അതവിടെ വെക്ക് എന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് മുത്ത്. നീ ചായ കുടിക്കില്ലല്ലോ, പിന്നെ എന്തിനാ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ നീ വെക്കുന്നോ ഞാൻ തട്ടിക്കളയണോ? അയ്യോ വേണ്ട എന്നും പറഞ്ഞ് ചായ അവിടെ വെക്കുകയാണ് മണിക്കുട്ടി. ശേഷം മുത്ത് ഷൂസ് എടുത്തു കൊണ്ടുവരാൻ മണിക്കുട്ടിയോട് പറഞ്ഞപ്പോൾ അവൾ അവിടെ തന്നെ നിന്നപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ യൂണിഫോം ഷൂ എടുത്തു കൊണ്ടുവരാൻ മുത്ത് വീണ്ടും പറയുമ്പോൾ മണിക്കുട്ടി ഷൂസ് എടുത്തു കൊടുക്കുമ്പോൾ അപ്പോൾ ഇതെന്തിനാ മുത്ത് ചോദിക്കുമ്പോൾ മുത്തിന് കാലിടാൻ എന്ന് മണിക്കുട്ടി പറയുമ്പോൾ ഷൂ പോളിഷ് ചെയ്യണം എന്നറിയില്ലേ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ മണിക്കുട്ടി ഷൂ പോളിഷ് ചെയ്യാൻ എടുത്തു കൊണ്ടുവന്ന് അതിൻ്റെ അവളുടെ കാലിൽ ഷൂ ഇട്ട് കൊടുത്തതിന് ശേഷം ഷൂ പോളിഷ് ചെയ്യാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തിളങ്ങണമെന്ന് മുത്ത് പറയുമ്പോൾ മണിക്കുട്ടി ഒന്നും മിണ്ടാതെ അനുസരണയോടെ ചെയ്തു കൊടുക്കുകയാണ് മണിക്കുട്ടി. ഷൂ പോളിഷ് ചെയ്തതിനു ശേഷം ഇനി ബാഗ് എടുത്ത് മണിക്കുട്ടി കാറിനടുത്തേക്ക് നടക്കുന്നതും നിക്ക് എങ്ങോട്ടാണെന്ന് മുത്ത് ചോദിക്കുന്നതും ഈ ബാഗ് കാറിൽ കൊണ്ടുവയ്ക്കേണ്ടേ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ അതെ ഞാൻ മുമ്പേ നടക്കും, നീ ബാഗും കൊണ്ട് എൻ്റെ പുറകെ വന്നാൽ മതി, അല്ലാതെ ജോലിക്കാരിയല്ല മുന്നിൽ നടക്കേണ്ടതെന്ന് പറഞ്ഞ് മുത്ത് മുന്നിൽ നടക്കാണ്. അവർ കാറിനടുത്തേക്ക് എത്തുന്നതും
ഡ്രൈവർ കാറിൻ്റെ ഡോർ തുറന്നു കൊടുക്കുന്നതും അങ്കിളെ ഡോർ അടക്ക് എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ചെന്നിരിക്കുക എന്ന് മുത്തു പറയുമ്പോൾ ഡ്രൈവർ അതുപോലെ ചെയ്യാണ് കേട്ടോ, ശരി എന്ന് പറഞ്ഞ് ഡോർ അടച്ച് ഡ്രൈവിംഗ് സീറ്റിൽ ചെന്നിരിക്കുകയാണ് കേട്ടോ. തുടർന്ന് മണിക്കുട്ടിയോട് ഡോർ അടക്കാൻ പറയുമ്പോൾ മണിക്കുട്ടി ഡോർ തുറന്ന് ബാഗ് സീറ്റിൽ വെക്കുകയും ഇനി ടവൽ എടുത്ത് സീറ്റ് തുടക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട്. മണിക്കുട്ടി: മോളെ, ഞാൻ രാവിലെ കഴുകിയപ്പോൾ തുടച്ചതാണെന്ന് ഡ്രൈവർ പറയുമ്പോൾ അഭിപ്രായം ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട് മുത്ത്. മണിക്കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ട് സഹിക്കുന്നില്ല ഡ്രൈവർക്ക്. തുടച്ചു കഴിഞ്ഞു എന്ന് മണിക്കുട്ടി മുത്തിനോട് പറയുമ്പോൾ ഞാനിങ്ങനെ എന്നും ഓരോ പണി തന്നിരിക്കും, കഷ്ടപ്പെടുത്തും, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകുന്നതാണ് എനിക്ക് നല്ലത്. നിന്നെ കാണിക്കാൻ വേണ്ടിയാ ദിവസവും ഞാൻ നിന്റെ മുന്നിലൂടെ സ്കൂളിലേക്ക് പോകുന്നത്. അത് കാണുമ്പോൾ നിനക്ക് വിഷമം തോന്നുമല്ലോ. മുത്ത് പറയുന്നതും എന്തിന്, അനിയത്തി പഠിച്ച് മിടുക്കിയായതിൽ ചേച്ചി ക്ഷമിക്കുമോ? ക്ലാസ്സിലിരിക്കുമ്പോൾ എനിക്ക് പണി തരുന്നത് ഓർക്കാതെ മിടുക്കിയായി പഠിക്കണം കേട്ടോ എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി. അപ്പോൾ ദേഷ്യത്തോടെ മുത്ത് കാൽ കയറി പോവുകയാണ്. മണിക്കുട്ടിയെ കാണാഞ്ഞിട്ട് താഴേക്കിറങ്ങി വരുന്നുണ്ട് കേട്ടോ കൃഷ്ണ. മണിക്കുട്ടി മണിക്കുട്ടി എന്ന് വിളിക്കുന്നതും വീഴാൻ പോകുന്നതും കൃഷ്ണ വീഴാൻ പോകുന്നതോട് കൂടി ഓടിച്ചെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ കാവ്യ. അപ്പോൾ കാവ്യ ഇങ്ങനെ ചേർത്ത് കൃഷ്ണയെ പിടിക്കുന്ന ഈ രംഗം കണ്ടിട്ടാണ് മണിക്കുട്ടി അവിടേക്ക് വരുന്നത്. അപ്പോൾ കാവ്യ കൃഷ്ണയെ ചേർത്ത് പിടിക്കുന്ന രംഗം കണ്ട് സന്തോഷിക്കുകയാണ് മണിക്കുട്ടി. അങ്ങനെ ഇങ്ങനത്തെ അടിപൊളി ത്രില്ലിംഗ് വീഡിയോ ആണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.